നമ്മൾ പറഞ്ഞ ഗ്രാസ് ലാൻഡ്സ് ആയിരുന്നു. ഗ്രാസ് ലാൻഡ്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദ റീജിയൻ ഓഫ് ലോ റെയിൻഫോൾ അല്ലേ. ഗ്രാസ് ലാൻഡ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു. വിച്ച് ആർ ദ ടു ടൈപ്സ് ഓഫ് ഗ്രാസ് ലാൻഡ്സ്? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആൻഡ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് അല്ലേ. അപ്പൊ ഗ്രാസ് ലാൻഡ്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദ റീജിയൻ ഓഫ് low rainfall. Grasslands can be broadly classified into two: temperate grasslands and tropical grasslands. First one, tropical grasslands. Listen, tropical grasslands are also called savanna. These are found on either side of the equatorial region in Africa, parts of Brazilian Plateau, Deccan Plateau of India and northern Australia. These grasslands are known by different names in different parts of the world, such as parkland in America, then llanos in Venezuela and Colombia, and campos in Brazil, Uruguay and Argentina. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിന്റെ മറ്റൊരു പേരാണ് എന്ത്? സാവന്ന. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഓൾസോ നോൺ ആസ് സാവന്ന. These are found either side of equatorial region. അതായത് ഇക്വറ്റോറിയൽ റീജിയന്റെ either സൈഡിലാണ് ഇതിനെ കാണപ്പെടുക. എവിടെയൊക്കെ അത്? ആഫ്രിക്ക, പാർട്സ് ഓഫ് ബ്രസീലിയൻ പ്ലാറ്റ്യൂ, ഡെക്കാൻ പ്ലാറ്റ്യൂ ഓഫ് ഇന്ത്യ, നോർത്തേൺ ഓസ്ട്രേലിയ. Then tropical grasslands also known as savanna. These are found the region in Africa, Brazilian Plateau, Deccan Plateau of India, then northern Australia. Then these grasslands, these tropical grasslands are known in different names in different parts. പല പേരിലാണ് ഓരോ ഭാഗങ്ങൾ അറിയപ്പെടുക. അതായത് ഈ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് പാർക്ക്ലാൻഡ് എന്നാണ് അമേരിക്കയിൽ അറിയപ്പെടുക. ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് ആർ നോൺ ആസ് പാർക്ക്ലാൻഡ് ഇൻ അമേരിക്ക. Then llanos in Venezuela and Colombia, campos in Brazil, Uruguay and Argentina. ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് പല പേരിലാണ് അറിയപ്പെടുക. അതായത് പാർക്ക്ലാൻഡ് അമേരിക്കയിൽ അറിയപ്പെടുന്ന, അമേരിക്കയിൽ ഈ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡിന് എന്താ പറയാ? പാർക്ക്ലാൻഡ് എന്നാണ്. വെനിൻസുലയിലും കൊളംബിയയിലും പറയുന്നത് ലെനോസ് എന്നാണ്. പിന്നെ എവിടെയാ? പിന്നെ അടുത്തത് കമ്പോസ് എന്നാണ് ഇതിൽ പറയാ. ബ്രസീലിലും ഉറുഗ്വേയിലും അർജന്റീനയിലും. ഓക്കെ, അപ്പൊ ഇതിന്റെ വിവിധ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. In areas where Mediterranean forests are found, the temperature is high and the total annual rainfall ranges between 25 centimeter and 75 centimeter. This amount of rainfall is too moist for a desert and too dry for a forest. Thus, tall grasses about 2 meter to 4 meter in height with scattered trees grow here. എന്താ പറഞ്ഞേ? areas where Mediterranean forests are found, and the temperature is high and the total annual rainfall ranges between 25 centimeter to 70. അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാ? ടെമ്പറേച്ചർ ഈസ് ഹൈ ടെമ്പറേച്ചർ ഈസ് ദർ. ടോട്ടൽ ആനുവൽ റെയിൻഫോൾ, മൊത്തത്തിലുള്ള ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററിനും 70 സെന്റിമീറ്ററിനും ഇടയിലായിരിക്കും. പിന്നെ ദിസ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഈസ് ടു മോയിസ്റ്റ് ഫോർ എ ഡെസേർട്ട് ആൻഡ് ടു ഡ്രൈ ഫോർ എ ഫോറസ്റ്റ്. എന്ത് ചെയ്യുന്നു? ഡെസേർട്ടിന് ഈ 25 മുതൽ 75 സെന്റിമീറ്റർ വരെയുള്ള ഈ മഴ, ഈ എമൗണ്ട് റെയിൻഫോളിന്റെ ഈ എമൗണ്ട് എന്ത് ചെയ്യുന്നു? ടു മോയിസ്റ്റ് ഫോർ എ ഡെസേർട്ട്, ഡെസേർട്ടിനെ കൂടുതൽ മോയിസ്റ്റ് ആക്കുന്നു, അതുപോലെ ഫോറസ്റ്റിനെ കൂടുതൽ ഡ്രൈ ആക്കുന്നു. Then thus tall grasses about 2 to 4 meter in height. അങ്ങനെ അവിടുത്തെ ഗ്രാസ് എത്ര സെന്റിമീറ്റർ മുതൽ എത്ര സെന്റിമീറ്റർ വരെ വളരുന്നു? 2 മുതൽ 4 വരെ സെന്റിമീറ്റർ വരെ ഇവിടുത്തെ ഗ്രാസസ് വളരുന്നുണ്ട്. Most of the tropical grasslands are now used for grazing and farming. Some grasslands have become desert. These grasslands are home to a large variety of animals. എന്താ പറഞ്ഞേ? Most of tropical grasslands are now used for grazing and farming. ഇന്നത്തെ കൂടുതൽ ഗ്രാസ്ലാൻഡ്സും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പശുക്കൾക്ക് മേയാനും അതുപോലെ കൃഷി നടത്താനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സം ഗ്രാസ്ലാൻഡ്സ് ഹാവ് ഡെസേർട്ട്. ചില ഗ്രാസ്ലാൻഡ്സിൽ എന്തുണ്ട്? ഡെസേർട്ട് ഉണ്ട്, മരുഭൂമികളുണ്ട്. ദീസ് ഗ്രാസ്ലാൻഡ്സ് ആർ ഹോം ടു എ ലാർജ് വെറൈറ്റി ഓഫ് ആനിമൽസ്. ഇങ്ങനെയുള്ള ഗ്രാസ്ലാൻഡ്സ് പലതരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആവാസ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഒന്നും കൂടെ പറയാം. Grasslands എന്ന് പറഞ്ഞാൽ grasslands are mostly found in region of low rainfall. Then grasslands can be broadly classified into two:
tropical grasslands and temperate grasslands. Tropical grasslands tropical grasslands is also known as savanna. These are found in the either side of equatorial region in Africa, parts of Brazilian plateau, Deccan plateau of India, northern Australia. Then these tropical grasslands known different names in different parts. Parkland in America. Tropical grasslands known in parkland known as parkland in America. പിന്നെ ലാനോസ് ഇൻ വെനിൻസുല ആൻഡ് കൊളംബിയ, കമ്പോസ് ഇൻ ബ്രസീൽ, ഉറുഗ്വേ ആൻഡ് അർജന്റീന. ദെൻ ഇവിടെ ഏകദേശം 25 മുതൽ 75 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്. ഈ മഴ എന്തിനു കാരണമാകുന്നു? ടു മോയിസ്റ്റ് എ ഡെസേർട്ട് ആൻഡ് ടു ഡ്രൈ ഫോർ എ ഫോറസ്റ്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ്. അടുത്തതാണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ്. എന്താണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് നോക്കാം. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ ദ മിഡിൽ ലാറ്റിറ്റ്യൂഡ് ഇൻ ദ മിറർ ഓഫ് കോണ്ടിനെന്റ്. ദീസ് ലെവൽ ട്രീലെസ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ബിറ്റ്വീൻ 40° and 55° latitudes in both the hemisphere. These grasslands are known by different names such as steppe in Europe, prairie in North America, pampas in South America, veld in South Africa, down in Australia. But temperate grasslands എവിടെയാ കാണപ്പെടുക? Temperate grasslands is the second broad category of grasslands in the world. Then these are found in the middle latitudes. Clear? Temperate grasslands are found in middle latitude. Middle latitude ഇതിനെ കാണപ്പെടുക? Temperate grasslands കാണുക. അതായത് in the interior continentsലാണ് കാണുക. ഇനി എന്താ പറഞ്ഞറിയോ? These grasslands known by different names. നമ്മൾ പറഞ്ഞു എന്താ? Tropical grasslands are also known as different names. Tropical grasslands known as savanna. This is known as different names in different parts of country. Parkland in America, Llanos in Venezuela, then Colombia, Campos in Brazil, Uruguay and Argentina. അതുപോലെ തന്നെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സും പല പേരിലാണ് അറിയപ്പെടുക. എന്താ അതിന്റെ പേര് നോക്ക്. സ്റ്റെപ്പി ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് അറിയപ്പെടുന്നത് സ്റ്റെപ്പി എന്നാണ്. സ്റ്റെപ്പി ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് നോൺ ആസ് സ്റ്റെപ്പി ഇൻ യൂറോപ്പ്. ദെൻ പ്രയറി ഇൻ നോർത്ത് അമേരിക്ക. അപ്പൊ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സിനെ നോർത്ത് അമേരിക്കയിൽ പറയുന്നത് പ്രയറീസ് എന്നാണ്. ദെൻ പിന്നെ സൗത്ത് അമേരിക്കയിൽ പാമ്പസ് അല്ലെ. ദെൻ വെൽഡ് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിൽ പാമ്പസ് എന്നും സൗത്ത് ആഫ്രിക്കയിൽ വെൽഡ് എന്നും ഓസ്ട്രേലിയയിൽ ഡൗൺ എന്നാണ് ഇതിനറിയപ്പെടുക? നമ്മുടെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സിനെ. മനസ്സിലായോ? ഇപ്പൊ സ്റ്റെപ്പി, യൂറോപ്പിലെ സ്റ്റെപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് ആണ്. നോർത്ത് അമേരിക്കയിലെ പ്രയറീസ്. ദെൻ പിന്നെയോ പിന്നെ സൗത്ത് അമേരിക്കയിലെ പാമ്പസ്, സൗത്ത് ആഫ്രിക്കയിലെ വെൽഡ്, ദെൻ ഓസ്ട്രേലിയയിലെ ഡൗൺ. ക്ലിയർ? അത്രയും വായിച്ചു നോക്കിയ മക്കളെ. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സും ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സും ഒന്ന് വായിച്ചു നോക്കാം. ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സും ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സും ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചോ?
ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഷ്രബ്സ്. എന്താണ് ഷ്രബ്സ്? എന്താ മക്കളെ ഷ്രബ്സ് എന്ന് പറഞ്ഞാല്? Shrubs are short, bushy plants which grow in extreme hot and cold areas. Thus, shrubs are mostly found in hot deserts or in very cold regions. But shrubs എന്ന് പറഞ്ഞാൽ എന്താ? ബുഷി പ്ലാന്റ്സ് ആണ് അല്ലെ, കുറ്റിച്ചെടികൾ പോലെ വലിയ പൊക്കം വെക്കാത്ത ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സിന് പറയുന്ന പേരാണ് എന്ത്? ഷ്രബ്സ് ആർ ഷോർട്ട് ബുഷി പ്ലാന്റ്സ് ഗ്രോ ഇൻ എക്സ്ട്രീം ഹോട്ട് ആൻഡ് കോൾഡ് ഏരിയാസ്. എക്സ്ട്രീം ഹോട്ട് ആൻഡ് കോൾഡ് ഏരിയാസിൽ കാണപ്പെടുന്ന ഷോർട്ട് ബുഷി പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ഷ്രബ്സ്. Thus, shrubs are mostly found in hot deserts or very cold region. അതുകൊണ്ട് ഷ്രബ്സിനെ കൂടുതലായി എവിടെ കാണപ്പെടുക? ഹോട്ട് ഡെസേർട്ടിൽ, നല്ല ചൂടുള്ള മരുഭൂമികളിൽ, അതുപോലെ കോൾഡ് റീജിയൻസ്, നല്ല തണുപ്പുള്ള ഏരിയാസിലാണ് ഏത് കാണുക? ഷ്രബ്സ് കാണപ്പെടുക. അപ്പൊ ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഷ്രബ്സ് ആർ ഷോർട്ട് ബുഷി പ്ലാന്റ്സ്. ഷ്രബ്സ് ആർ ഷോർട്ട് ബുഷി പ്ലാന്റ്സ്. അതായത് നമ്മളെ തുളസിയൊക്കെ ഇല്ലേ, അധികം വലിയ മരാവാത്തത്, ചാമ്പ, പേര, അങ്ങനെയുള്ള. Then shrubs are short bushy plants which grow in extreme temperature or extreme hot and cold climates, cold areas. അപ്പൊ എന്താ ഷ്രബ്സ് എന്ന് മനസ്സിലായില്ലേ? അടുത്തത് ഡെസേർട്ട് വെജിറ്റേഷൻ. നെക്സ്റ്റ് വൺ ഡെസേർട്ട് വെജിറ്റേഷൻ. എന്താ ഡെസേർട്ട് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാല്? എന്താ ഡെസേർട്ട് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാല്? നോക്ക്, ക്യാമറ ഓഫ് ആയി പോകുന്നല്ലോ മക്കളെ. ഡെസേർട്ട് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് ഡ്രൈ ഡെസേർട്സ് ആർ ഫൗണ്ട് ഇൻ ദ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. They are located on the western margins of the continents. The tropical deserts are known for very high temperatures and extremely low rainfall. Therefore, short thorny bushes are found here. എന്താ പറഞ്ഞേ? Hot and dry desert are found in the tropical and subtropical region. Hot and dry desert, അത് ഉണങ്ങിയതും നല്ല ചൂടുള്ളതുമായ മരുഭൂമികൾ എവിടെ കാണുന്നു? ട്രോപ്പിക്കൽ റീജിയൻസിലും സബ് ട്രോപ്പിക്കൽ റീജിയൻസിലും കാണപ്പെടും. ഹോട്ട് ആൻഡ് ഡ്രൈ ഡെസേർട്ട് ആർ ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെന്റ്. എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു? വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ദ കോണ്ടിനെന്റ്. കോണ്ടിനെന്റ്സിന്റെ വെസ്റ്റേൺ മാർജിൻസിലാണ് ഈ ഹോട്ട് ആൻഡ് ഡ്രൈ ഡെസേർട്ട് അല്ലെങ്കിൽ ഈ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ഉള്ളത്. ദ ട്രോപ്പിക്കൽ ഡെസേർട്സ് ആർ നോൺ ഫോർ വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് എക്സ്ട്രീംലി ലോ റെയിൻഫോൾ. എന്താ പറയുക? ട്രോപ്പിക്കൽ ഡെസേർട്സ് എന്തറിയപ്പെടുന്നു? വെരി ഹൈ ടെമ്പറേച്ചേഴ്സ്, നല്ല ചൂട്, അല്ലെങ്കിലോ എക്സ്ട്രീംലി ലോ റെയിൻഫോൾ, മഴ കുറവാണ്. Therefore, short thorny bushes are found here. അതുകൊണ്ട് ചെറിയ തോണി ബുഷസ് ആണ് ഇവിടെ കാണപ്പെടുക, ഡെസേർട്ടിൽ കാണപ്പെടുക. അപ്പൊ ഡെസേർട്ടിൽ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. ഡെസേർട്ടിൽ കൂടുതലായി നമ്മൾ കാണപ്പെടുന്നത് തോണി ബുഷസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഷോർട്ട് പ്ലാന്റ്സ് ആണ്. Generally, shrubs occur in patches. The plants have thorns, thick stems, long roots, and wax-coated leaves. These features prevent the loss of moisture. The main parts are date palm, cactus, thorny bushes, horse grasses. Then some acacia trees are also found on the margins of the desert. അപ്പൊ നമ്മൾ പറഞ്ഞു ഡെസേർട്ടിൽ കാണപ്പെടുന്നത് കൂടുതലായും തോണി ബുഷസ് ആണ്. മാത്രമല്ല അവിടെ എന്തെല്ലാം കാണുമെന്നറിയോ? ദ പ്ലാന്റ്സ് ഹാവ് തോൺസ്, തിക്ക് സ്റ്റെം, അതായത് എന്താ പറയാ, തിക്കായിട്ടുള്ള സ്റ്റെം ഉള്ളത്, നീളമുള്ള വേരുകൾ, ലോങ് റൂട്ട്സ് ഉള്ള മരങ്ങളാണ് കൂടുതൽ, പ്ലാന്റ്സ് ആണ് അവിടെ കൂടുതലായി കാണപ്പെടുക. അതിൽ ഏതൊക്കെ ഉണ്ടെന്ന് അറിയോ? ഡേറ്റ് പാംസ്, ഈന്തപ്പനകള്, കാക്ടസ്, കാക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? കള്ളിമുൾച്ചെടി, തോണി ബുഷസ്, കോഴ്സ് ഗ്രാസസ് എക്സെട്ര ആർ ദ പ്ലാന്റ്സ് വിച്ച് ക്യാൻ ഫൗണ്ട് ഇൻ ദ desert region. Desert. Clear? Hot and dry deserts are found in the tropical and subtropical region. Then thick stems, long roots, these are the characteristics of plants in desert vegetation, plants in desert. Then date palms,
cactus, thorny bushes, etc. are the plants which can grown in desert region. Clear? എന്താണ് shrubs, thorny bushes എന്ന് മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്ക പെട്ടെന്ന്. അടുത്തതാണ് തുണ്ട്ര വെജിറ്റേഷൻ. വായിച്ചില്ലേ? നെക്സ്റ്റ് വൺ തുണ്ട്ര വെജിറ്റേഷൻ. എന്താണ് തുണ്ട്ര വെജിറ്റേഷൻ നോക്കാം. തുണ്ട്ര വെജിറ്റേഷൻ is found around the North Pole, Eurasia and North America. This is a treeless area with a very harsh climatic conditions. Winters are very long and cold, while summers are very short and cool. This region is fairly dry and is also called the cold polar desert. അപ്പൊ തുണ്ട്ര വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നറിയോ? തുണ്ട്ര വെജിറ്റേഷൻ ഇസ് അറൌണ്ട് ദ നോർത്ത് പോൾ. നോർത്ത് പോളിന് ചുറ്റും അല്ലെങ്കിൽ യൂറേഷ്യക്ക് ചുറ്റും അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു ഏരിയ ആണിത്. അവിടെയാണ് എന്ത് വരിക? തുണ്ട്ര വെജിറ്റേഷൻ. നോക്ക്, ദിസ് ഇസ് എ ട്രീലെസ് ഏരിയ. ഇവിടെ എന്തില്ല? ഈ നോർത്ത് അമേരിക്കയിലും അല്ലെങ്കിൽ യൂറേഷ്യ, നോർത്ത് പോൾ ഇങ്ങനെയുള്ള ഏരിയാസിൽ എന്തില്ല? ഈ നോർത്ത് പോളിനും യൂറേഷ്യക്കും നോർത്ത് അമേരിക്കക്കും ചുറ്റിലും എന്തില്ല? ട്രീലെസ് ഏരിയ ആണത്. ട്രീ ഇല്ല. വിത്ത് വെരി ഹാഷ് ക്ലൈമറ്റിക് കണ്ടീഷൻ. അപ്പൊ വെരി ഹാഷ് ആയ ക്ലൈമറ്റ് ഉള്ള ട്രീലെസ് ആയ ഈ ഏരിയ. ദെൻ വിന്റേഴ്സ് ആർ വെരി ലോങ് ആൻഡ് കോൾഡ്. മഴക്കാലം ആയി കഴിഞ്ഞാൽ എന്താ? മഴക്കാലം കൂടുതൽ നാളുണ്ട്, മാത്രമല്ല വളരെ തണുപ്പുമാണ്. സമ്മേഴ്സ് ആർ ഷോർട്ട് ആൻഡ് കൂൾ. സമ്മർ സീസൺ വളരെ കുറവാണ്. അപ്പൊ തുണ്ട്ര വെജിറ്റേഷൻ ഈസ് ഫൗണ്ട് അറൌണ്ട് ദ നോർത്ത് പോൾ, യൂറേഷ്യ ആൻഡ് നോർത്ത് അമേരിക്ക. The winter season is very long and very cold. Summers are very short and cool. This region is fairly dry. അതുകൊണ്ട് ഇവിടെ മിക്കവാറും എന്താണ്? ഡ്രൈ ആണ്. അതുകൊണ്ട് ഇതിനെ ഒരു പേര് പറയുന്നത് എന്താ? കോൾഡ് പോളാർ ഡെസേർട്ട്. കോൾഡ് പോളാർ ഡെസേർട്ട്. എന്താ കോൾഡ് പോളാർ ഡെസേർട്ട് എന്ന് പറയുന്നത്? തുണ്ട്ര വെജിറ്റേഷൻ. തുണ്ട്ര വെജിറ്റേഷൻ is found around the North Pole, Eurasia and North America. Then summer season is very short and cool. Then winter season is very long and cold climate. Then this is known as cold polar desert. ഇതിനെ അറിയപ്പെടുന്നത് എന്താണ്? cold polar desert എന്നാണ് അറിയപ്പെടുക. ഇനി very few plants grow here. Most of the plants are short and grow close to the ground. Even the trees which are found in the beds of lakes and streams are short. The main vegetation of the tundra region are mosses, lichens, grasses and dwarf shrubs. Some flower bearing plants also grow during the short summer season. എന്താ പറഞ്ഞേ? വെരി ഫ്യൂ പ്ലാന്റ്സ്. കുറച്ച് ചെടികൾ മാത്രമേ ഇവിടെ കാണുള്ളൂ. ഇവിടെ ഈ വെജിറ്റേഷനില് മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ആർ ഷോർട്ട് ആൻഡ് ഗ്രോ ക്ലോസ് ടു ദ എർത്ത്. അതായത് നീളപ്പൊക്കം കുറഞ്ഞ ഷോർട്ടായ, അതായത് നമ്മുടെ ഗ്രൗണ്ടിൽ പിടിച്ച് കിടക്കുന്ന ചെടികളാണ് കൂടുതൽ അവിടെ കാണപ്പെടുക. മനസ്സിലായോ? തുണ്ട്ര വെജിറ്റേഷനില് വലിയ മരങ്ങളോ അല്ലെങ്കിൽ ഷ്രബ്സോ ഒന്നും അല്ല കാണപ്പെടുക. ഗ്രൗണ്ടിനോട് പറ്റിക്കൂടി കിടക്കുന്ന, ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന ഷോർട്ടായ പ്ലാന്റ്സ് ആണ് കാണപ്പെടുക. പിന്നെ even the trees which are found in the beds or lakes and streams are short.
അപ്പൊ ലേക്സിലും അതുപോലെ സ്ട്രീംസിലും ഒക്കെ കാണുന്ന ഈ ചെടികളൊക്കെ എന്താണ്, വളരെ ഷോർട്ടാണ്. അതായത് ക്ലോസ് ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലായിരിക്കും തുണ്ട്ര വെജിറ്റേഷൻസിൽ പ്ലാന്റ് ഉണ്ടാവുക. ഓക്കെ, മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി അത്രയും. അടുത്തത് വൈൽഡ് ലൈഫ്. ഓക്കെ, അടുത്തത് അതിന്റെ ബാക്കി നോക്ക്. വൈൽഡ് ലൈഫ്. വൈൽഡ് ലൈഫ് ഇൻക്ലൂഡ്സ് plants and animals that live on land and water. The distribution of plants and animals is primarily determined by climate. Wildlife is a significant part of our environment. The species of animals are referred to as fauna. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഫ്ലോറ ആൻഡ് ഫോണ, പഠിച്ചിട്ടില്ലേ? ഫ്ലോറ ആൻഡ് ഫോണ. എന്താ ഫ്ലോറ, എന്താ ഫോണ? സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആണ് ഫ്ലോറ അല്ലേ? സ്പീഷീസ് ഓഫ് ആനിമൽസ് ആണ് ഫോണ. മനസ്സിലായോ? ഫ്ലോറയും ഫോണയും തമ്മിലുള്ള വ്യത്യാസം. സ്പീഷീസ് ഓഫ് ആനിമൽസ് ഫോണയും സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഫ്ലോറയുമാണ്. ഓക്കെ, there is a close and intimate relationship between vegetation and life and animal life of the any region. The nature of plants in an area determines to a large extent the animal life of in that area. When the vegetation is altered, animal life also changes. A forest area is suitable and natural habitat for animals. It provides food and water, shelter for living and hibernation, places for breeding and raising the young ones, സ്പേസസ് ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് മൂവ്മെന്റ്. എന്താ പറഞ്ഞേ? നമ്മളെന്താ ഫ്ലോറ എന്ന് പറഞ്ഞാല് സസ്യങ്ങളുമായി ബന്ധപ്പെട്ടതും ഫോണ എന്ന് പറയുന്നത് ആനിമൽസുമായി ബന്ധപ്പെട്ടതാണ്. ഫ്ലോറ സസ്യങ്ങളുമായി ബന്ധപ്പെട്ടതും ഫോണ ആനിമൽസുമായി ബന്ധപ്പെട്ടതാണ്. ഇനി പിന്നെന്താ നോക്ക്. അതെ, എ ഫോറസ്റ്റ് ഏരിയ ഈസ് സ്യൂട്ടബിൾ ആൻഡ് കൾച്ചറൽ ഹാബിറ്റേറ്റ് ഫോർ ആനിമൽസ്. അതായത് ഈ ഫോറസ്റ്റഡ് ഏരിയ എന്ത് ചെയ്യുന്നു? ആ ആനിമൽസിന് അല്ലെ, ഹാബിറ്റേറ്റഡ് ആനിമൽസിന് വേണ്ടി ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നു. എന്തൊക്കെ കൊടുക്കുന്നറിയോ? ഫുഡ് ആൻഡ് വാട്ടർ, ഷെൽട്ടർ ഫോർ ലിവിങ്, താമസിക്കാനുള്ള സൗകര്യം. പിന്നെ പ്ലേസസ് ഫോർ ബ്രീഡിങ് ആൻഡ് റേസിംഗ് ദ യങ് വൺസ്, ബ്രീഡ് ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് ബ്രീഡ് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുന്നു. അതുപോലെയോ അവരെ വലുതാക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കുന്നു. സ്പേസ് ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് മൂവ്മെന്റ്, നോർമൽ ഗ്രോത്ത് ആൻഡ് മൂവ്മെന്റ് ഉണ്ടാകുന്ന സ്പേസും ഈ വൈൽഡ് ഫോറസ്റ്റ് ഏരിയയിൽ താമസിച്ചു കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഫോണ എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ആനിമൽ കിങ്ഡം ആണ്. ആനിമലുമായി ബന്ധപ്പെട്ട ആ ഒരു ഇതിന് പറയുന്ന പേരാണ് ഫോണ. ഫ്ലോറ എന്ന് പറഞ്ഞാല് എന്താ? പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടതാണ്. എന്താ ഫ്ലോറ ഫോണ മനസ്സിലായോ ആൻമരിയെ? ഫ്ലോറ എന്താ ഫോണ എന്താ മനസ്സിലായോ ആൻമരിയ? ഇനി ആനിമൽസ് ഓഫ് ദ ട്രോപ്പിക്കൽ റീജിയൻ. എന്താ ആനിമൽസ്? ട്രോപ്പിക്കൽ റീജിയൻസിലെ ആനിമൽസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാ ട്രോപ്പിക്കൽ റീജിയൻസിലെ ആനിമൽസ്? ട്രോപ്പിക്കൽ റീജിയൻസിലെ ആനിമൽസിന്റെ പേര് പറയാം.
monkeys, apes, sloths, bats, tree lizards, lemurs and flying squirrels in the forest. അതായത് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ആനിമൽസ്, ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്ന ആനിമൽസ് ആണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിൽ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഏരിയാസിൽ കാണുന്ന പിന്നെ ആനിമൽസ് ഏതൊക്കെയാ? മങ്കീസ് കുരങ്ങന്മാർ, ആപ്സ്, പിന്നെയോ സ്ലോത്സ്, ബാറ്റ്സ്, ട്രീ ലിസാർഡ്സ് ആൻഡ് lemurs and flying squirrel. These are the animals in tropical region. Tropical regions ൽ കാണപ്പെടുന്ന ആനിമൽസ് ആണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ആപ്സ്, മങ്കീസ്, സ്ലോത്സ്, ബാറ്റ്സ്, ട്രീ ലിസാർഡ്സ്, lemurs, ഫ്ലൈയിങ് സ്ക്വിറൽസ്. മാത്രമല്ല അവിടെ എന്തുകൂടെ കാണുന്നുണ്ട്? ടേർട്ടിൽസ്, സ്നേക്സ്, അലിഗേറ്റേഴ്സ്, ക്രോക്കഡൈൽസ് എക്സെട്ര ആർ ലിവ് ഇൻ ദ റിവേഴ്സിൽ അല്ലെങ്കിൽ സ്വാംസിൽ കാണപ്പെടുന്നതാണ്. നദികളിൽ കാണപ്പെടുന്ന സ്വാംസിൽ അല്ലെങ്കിൽ നദികളിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് ഇത്? സ്നേക്സ് പാമ്പുകള്, ടേർട്ടിൽസ് ആമകള്, അലിഗേറ്റേഴ്സ്, പിന്നെ ക്രോക്കഡൈൽസ്. അലിഗേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചീങ്കണ്ണി അല്ലെ. ദെൻ ക്രോക്കഡൈൽ മീൻസ് മുതല. ഇതിനെയൊക്കെ നമുക്ക് അവിടെ റിവേഴ്സിൽ കാണാൻ പറ്റും. പിന്നെ അനാക്കോണ്ട എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ്. അനാക്കോണ്ട ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് snake in found the tropical evergreen forest. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പാണ് ഏത്? അനാക്കോണ്ട. ഇത്രയും വായിച്ചു നോക്കിയേ. ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണുന്ന ആനിമൽസ് മങ്കി, ആപ്സ്, സ്ലോത്സ്, ബാറ്റ്സ്, ട്രീ ലിസാർഡ്സ്, lemurs and flying squirrels. These are the animals found in tropical region. വായിച്ചുവോ? പിന്നെ അനാക്കോണ്ട എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ലാർജസ്റ്റ് സ്നേക്ക് ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേക്ക് ആണ്. പിന്നെ ടേർട്ടിൽസ്, സ്നേക്സ്, അലിഗേറ്റേഴ്സ്, ക്രോക്കഡൈൽസ് ഇതിനെ അവിടുത്തെ സ്വാംസ് ആൻഡ് റിവേഴ്സിൽ കാണാൻ പറ്റും. അടുത്തത് ടെമ്പറേറ്റ് റീജിയൻസ്. ആനിമൽസ് ഓഫ് ടെമ്പറേറ്റ് റീജിയൻ. ടെമ്പറേറ്റ് റീജിയൻസിലെ ആനിമൽസ് ഏതൊക്കെയാ? ടെമ്പറേറ്റ് റീജിയൻസിൽ കാണുന്ന ആനിമൽസ് ഡിയർ, ഫോക്സസ്, വൂൾഫ്സ് ആൻഡ് ബീവേഴ്സ്. ക്ലിയർ? അത് മുഴുവൻ അങ്ങനെ നമുക്ക് വായിക്കേണ്ട, എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഒന്ന്, ട്രോപ്പിക്കൽ റീജിയൻസിലെ ആനിമൽസ് എന്ന് പറയുന്നത് മങ്കീസ്, ആപ്സ്, സ്ലോത്സ്, ബാറ്റ്സ്, ട്രീ ലിസാർഡ്, lemurs ആൻഡ് ഫ്ലൈയിങ് സ്ക്വിറൽസ്. ഇനി ടെമ്പറേറ്റ് റീജിയൻസിൽ കാണുന്ന ആനിമൽസ് ആണ് ഫോക്സ്, ഡിയേഴ്സ്, വൂൾഫ്സ് ആൻഡ് ബീവേഴ്സ്. പിന്നെ some birds are also found there. Pheasants and monals. Pheasants and monals are also found here. These are the birds. Okay. ഇനി ആനിമൽസ് ഓഫ് ഗ്രാസ് ലാൻഡ്സ്. ഗ്രാസ് ലാൻഡ്സിൽ കാണുന്ന ആനിമൽസ് ഏതൊക്കെയാ? ഗ്രാസ് ലാൻഡ്സിൽ കാണുന്ന ആനിമൽസ് സീബ്ര, ജിറാഫ്, ഡിയർ, എലഫന്റ്, ലെപ്പേർഡ്, പാന്തേഴ്സ്, ഹൈനാസ്, പിന്നെയോ ബഫല്ലോ, rhinoceros. These are the animals found in grasslands. ഇപ്പൊ ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണപ്പെടുന്നത് ആപ്സ്, മങ്കീസ്, സ്ലോത്സ്, ബാറ്റ്സ്, ഫ്രീ ലിസാർഡ്, lemurs, ഫ്ലൈയിങ് സ്ക്വിറൽസ് എക്സെട്ര. ദെൻ ടേർട്ടിൽസ്, അലിഗേറ്റേഴ്സ്, സ്നേക്സ്, അനാക്കോണ്ട എക്സെട്ര ആർ ഓൾസോ ഫൗണ്ട് ഹിയർ. ദെൻ ടെമ്പറേറ്റ് റീജിയനിൽ കാണുന്നത് ഡിയർ, ഫോക്സ്, വൂൾഫ്സ്, ബീവേഴ്സ്. പിന്നെ ഗ്രാസ് ലാൻഡ്സിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാ? ജിറാഫ്, ഡിയർ, എലഫന്റ്സ്, ലെപ്പേർഡ്സ്, പാന്തേഴ്സ്, ഹൈനാസ്, വൈൽഡ് ബഫലോസ്, റിനോസറസ്. These are the animals found in grasslands. അടുത്ത രണ്ടെണ്ണം നിങ്ങൾ ആനിമൽസിന്റെ പേര് നിങ്ങൾ പഠിക്കുക. അടുത്ത രണ്ട്
ഡെസേർട്ട് നമുക്കറിയാം, ഡെസേർട്ടിൽ കൂടുതലായി കാണപ്പെടുന്നത് ക്യാമലാണ് അല്ലേ? ക്യാമല്, പിന്നെയോ ഹൈനാസ്, ഹൈനാസ്, ഫോക്സസ്, ജാക്കൽസ്, വൈൽഡ് ആസസ്. ദീസ് ആർ ദ ആനിമൽസ് ഫൗണ്ട് ഇൻ ഡെസേർട്ട്. അപ്പം ആനിമൽസ് ഫൗണ്ട് ഇൻ ഡെസേർട്ട്, വിച്ച് ആർ ദ ആനിമൽസ് ഫൗണ്ട് ഇൻ ഡെസേർട്ട് എന്ന് ചോദിച്ചാല് ഹൈനാസ്, ഫോക്സസ്, ജാക്കൽസ്, വൈൽഡ് ആസസ്, ദെൻ ക്യാമൽ. ദീസ് ആർ ദ ആനിമൽസ് ഫൗണ്ട് ഇൻ ഡെസേർട്ട്. ഇനി കോൾഡ് റീജിയൻസിൽ കാണപ്പെടുന്നത് എന്തൊക്കെയാ നോക്ക്. റെയിൻഡിയർ, മസ്കോക്സ്, then polar bear, wolf, arctic fox, seal, walrus, etc. ക്ലിയർ? കോൾഡ് റീജിയനിൽ കാണപ്പെടുന്ന ആനിമൽസ് ആണ് റെയിൻഡിയറും, മസ്ക് ഓക്സും, പോളാർ ബിയറും, വൂൾഫും, ആർട്ടിക് ഫോക്സ്, സീൽ ആൻഡ് വാൾറസ്. ഇത്രയൊന്ന് വായിച്ചു നോക്കണേ. വായിച്ചു നോക്കൂലേ? ഈ ലെസൺ തീർന്നു. ഇത്ര ആനിമൽസ് നിങ്ങൾ എഴുതുക തന്നെ ചെയ്യണം. എഴുതേണ്ട ഇത്രയാണ്: ട്രോപ്പിക്കൽ റീജിയൻ, ടെമ്പറേറ്റ് റീജിയൻ, ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്സ്, കോൾഡ് റീജിയൻ. ഇങ്ങനെ 4 കോളമാക്കി തിരിക്കുക. മനസ്സിലായില്ലേ? 4 കോളാക്കുക. എന്നിട്ട് ആനിമൽസിന്റെ പേര് എഴുതി പഠിക്കണം. ട്രോപ്പിക്കൽ റീജിയനിലെ മങ്കീസ്, ആപ്സ്, സ്ലോത്ത്സ്, ബാറ്റ്സ്, ട്രീ ലിസാർഡ്സ്, ലെമേഴ്സ്, ഫ്ലൈയിങ് സ്ക്വിറൽസ്. പിന്നെ ടെമ്പറേറ്റ് റീജിയനില് വൂൾഫ്സ്, ബീവേഴ്സ്, ഫോക്സ്, ഡിയേഴ്സ്. ദെൻ ഗ്രാസ് ലാൻഡ്സില് സീബ്രാസ്, ജിറാഫ്സ്, ഡിയർ, എലഫൻസ്, ലെപ്പേർഡ്സ്, പാന്തേഴ്സ്, ഹൈനാസ്, വൈൽഡ് ബഫലോസ്, റിനോസർ. ഇനി ഡെസേർട്ടില് ക്യാമല്, ഹൈന, ഫോക്സസ്, ജാക്കൽ, എക്സെട്ര. ദെൻ ലാസ്റ്റ് വൺ കോൾഡ് റീജിയനില് ഓക്സ്, പോളാർ ബിയർ, വൂൾഫ്, ആർട്ടിക് ഫോക്സ്, സീല്, വാൾഡസ്, എക്സെട്ര. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ നന്നായി വായിക്കണം ടെക്സ്റ്റ് കേട്ടോ. ഓക്കെ, ബൈ ബൈ, സി യു.